ഹായ് ഗൈസ്, ഞങ്ങൾ ഇന്നൊരു കോൺസേർട്ട് കാണാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു കോൺസേർട്ട് ഉണ്ട് ബീച്ച് സൈഡിൽ. അപ്പം കോൺസേർട്ട് മാത്രമല്ല, ഡ്രോൺ ഷോയും കൂടെ ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വ്ളോഗ് ഒരു കോൺസേർട്ടും ആ ഡ്രോൺ ഷോയും പിന്നെ ഒരു പിസ്സ കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. നല്ല വിശപ്പ്. ഇല്ല, വിശക്കുന്നേ ഇപ്പൊ ഇപ്പൊ. അതെ അതെ, ഒരു പഴം അവിടെ ഇരിക്കുന്നു. പഴം ആദ്യം കുളിക്കാൻ പോയപ്പോ അതിനെ നോക്കി വെച്ചിട്ട് പോയി. ഞാൻ കുളിക്കാൻ അങ്ങോട്ട് പോയപ്പോ അവിടെ ഒരു പഴം ഇരിക്കുന്നുണ്ട്. ഞാൻ ആ പഴത്തിന്റെ അടുത്ത് കഴിച്ചു. ഞാൻ കുളിക്കാൻ പോയപ്പോ ആ പഴം ഞാൻ ആ കിച്ചണിൽ ഇരിക്കുന്നത് കണ്ടിട്ട് ഞാൻ അവിടെ പോയി കഴിക്കാൻ വേണ്ടി വെച്ചതാ. എന്നിട്ട് ഈ തെണ്ടി ഞാൻ അവിടെ പോയി താഴെ വന്നിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എന്റെ പഴം കഴിച്ചിട്ട് അവിടെ വിശാലമായിട്ട് ഇരിക്കുന്നത്. എനിക്ക് വിശന്നു, ഞാൻ കഴിച്ചു. ഓരോ ഫുഡൊക്കെ എടുക്കുമ്പോ ഞങ്ങൾ അളന്നാണ് എടുക്കുന്നത്. നല്ല അടിയാ അവിടെ. ഒരു ക്രോസാറ്റിന് ഞാൻ ഇത് തന്നെ പറ്റിച്ചതാ. ഞാൻ ഓൾറെഡി ക്രോസാറ്റിന് മേലെ വെച്ച് കഴിച്ചായിരുന്നു. കണ്ട വണ്ടി ഓടിച്ചോണ്ടിരുന്നപ്പോ ഞാൻ ഒരു ക്രോസാറ്റ് ചോദിച്ചത് കറക്റ്റ് ആയിട്ട് നോക്കി നടുക്കൂന്ന് മുറിച്ചിട്ട് എനിക്ക് കടിച്ച ഭാഗം. ഞാൻ ഓൾറെഡി ഒരു കടി കടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വെച്ചിട്ടാണ് ഞാൻ തടുക്കൂന്ന് മുറിച്ചത്. നാട്ടിലെ ഉത്സവപ്പറമ്പിൽ ഇത് കണ്ടില്ലേ, ഉത്സവപ്പറമ്പിൽ പാകൊട്ട് വിരിക്കുന്നതിന് പകരം ഇവിടെ ഇച്ചിരി സ്റ്റൈലായിട്ട് പായ്ക്ക് വരെ വേറെ ഒരു സാധനം കൊണ്ടുവന്ന് വിരിച്ചിട്ട് അതിനകത്ത് കിടക്കുന്നത്. അത്ര വ്യത്യാസമുള്ളൂ. നാട്ടിലെ ഉത്സവപ്പറമ്പിൽ ഗാനമേള നടക്കും. ഇവിടെ ഗാനമേള നടക്കുന്ന സ്റ്റേജും ഞങ്ങളും ഇവിടെ ബോട്ടൊക്കെ കിടക്കുന്നുണ്ട്. കണ്ടോ, അവിടെ ഡ്രോണിന്റെ ഫ്ലൈയിങ് ഉണ്ട്. ഇവിടെ ഒരാൾക്ക് കാണുന്നില്ല കേട്ടോ. ഞാൻ ഈ ഫോണിനകത്തൊന്ന് കാണിച്ചു നോക്കുന്നു. പച്ചക്ക് ലൈറ്റ് കാണുന്നുണ്ട്. അത് ഡ്രോൺസ് സെറ്റ് ചെയ്യാം. ഡ്രോൺസിന്റെ ഫ്ലൈയിങ് ഉണ്ട് ഇവിടെ. ജസ്റ്റ് ഇങ്ങനെ എന്തോ ഷോ ഉണ്ട്. അതിനെ ഇവിടെ ഈ ആൾക്കൂട്ടം മൊത്തം നിൽക്കുന്നത്. ഇതാ ഇവിടുത്തെ ബീച്ച്. നമ്മുടെ നാട്ടിലെ വെച്ചിട്ട് ബീച്ച് നോക്കുമ്പോ ഇതെന്തല്ലേ, നാട്ടിലെ ഒരു കായൽ പ്രതീതി. No, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. നോർത്ത് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഒരു സിറ്റി ആയിട്ട് ഒരു 100 വർഷമായി. അതിൻ്റെ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. ബോട്ടല്ല, ഷിപ്പ്. അടിപൊളി അല്ലേ ഷിപ്പ് സെയിൽ ചെയ്യുന്നവർക്ക്. ഇവിടെ പിന്നെ ഫയർ വർക്സ് ആൾക്കൂടെ കാനഡ ഡേയിൽ മാത്രമേ ലീഗലുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഡ്രോണൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഫയർ വർക്സ് നടത്തുന്നത്. പിന്നെ അത് തിരിച്ചു പോകുന്നു. തിരിച്ച് ചെല്ലും. ചേച്ചി എന്തോ നല്ല കിക്കിലാട്ടോ. അപ്പോൾ പോയ ചേച്ചി നല്ല മണം. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ബോട്ടുണ്ട്. ബൈക്കും ഒക്കെ ഉള്ള പോലെ ഒരു വീട്ടില് കാറ്, ഒരു ബോട്ടും. ഇതെല്ലാം ഓരോ പ്രൈവറ്റ് ആയിട്ടുള്ളവരുടെ ബോട്ടുകളാണ്. ഇനി പോയി പിസ്സ കഴിക്കാൻ പോവുക. ഞാൻ അതിന്റെ ത്രില്ലില്ല, പിസ്സ കഴിക്കാൻ പോകുന്നതിന്റെ ത്രില്ലില്ല. ഇവിടെ 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 നല്ല അടിപൊളി ഒരു പിസ്സ കിട്ടുവേ. അത് എനിക്കിങ്ങനെ ഫുഡ് സ്പോർട്സ് ഇഷ്ടമാണ്, നല്ലതൊക്കെ കഴിക്കാൻ. അപ്പം ഞാനൊരു പ്രാവശ്യം ഇവിടെ ഉള്ളപ്പോൾ പോയി ട്രൈ ചെയ്ത് കഴിച്ചതാണ്. കിടിലം പിസ്സ. അതിൽ ആദ്യം വിചാരിച്ചു അത് ഇതിനകത്ത് വലിയായിട്ടൊന്നും ചില കടയിലൊക്കെ പോകുമ്പോൾ വലിയായിട്ടൊന്നും ഇടത്തില്ല.
ഇവിടെ ഇതിന് $40 ആവും എല്ലാം കൂടെ. പക്ഷെ വലിയ പിസയാണ്. എന്നിട്ട് അത് അതിനെ നോക്കുമ്പോഴത്തേക്കും ഞാൻ ആദ്യം വിചാരിച്ച് തുറന്നു നോക്കിയപ്പോൾ വണ്ടി ഇരുന്ന് തുറന്നു നോക്കിയപ്പോൾ വിചാരിച്ചു ഒന്നും ഇല്ലാന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, അത് മൊത്തം ചീസും എല്ലാം കൂടെ വെച്ചിട്ട് ഇങ്ങനെ വിശാലമായിട്ട് വെച്ചേക്കുക. ഓഹ്, കാണിക്കാതെ എന്തോ പാർട്ടി നടക്കുന്നുണ്ട്. പക്ഷെ അത് പ്രൈവറ്റാ, അതകത്ത് കയറണം. പോവാണോ? കയറിക്കോ. കയറിയിട്ട് എന്താന്ന് പറയണേ കേട്ടാ. ആ ശരി ശരി. ആ അങ്ങനെ പൊട്ടനും പോയി ചേട്ടനും പോയി ബോട്ട് കിട്ടിയ പിസ്സ ഷോപ്പിൽ ചെന്ന് കാണാം. ഇതാ പിസ്സ ഷോപ്പ്. ഇവിടെ ഡൈനിങ് ചെയ്യാം. ഈ സൈഡിൽ ഡൈനിങ് ചെയ്തിട്ട് ഇവിടെ പാർക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് ഡൈനിങ് ചെയ്യാം. തന്നെ ഇവിടെ പള്ളി അങ്ങനെയുണ്ടോ? നല്ല രസം. ആ ക്യൂബക്കിലോ വലിയൊരു പള്ളിയുണ്ട് കേട്ടോ. മൂണൊക്കെ ഇപ്പുറത്തെ ഒരു ഫൗണ്ടൻ പോലെ ഉണ്ട്, കാണിക്കാം. ഇവിടെ ഇങ്ങനെ ഇരിക്കാം. പിന്നെ പള്ളി. അവിടെ എന്തോ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പോയി നോക്കുന്നത്. മൂന്നുണ്ടോ? ഇപ്പൊ അവിടെ കണ്ടില്ലേ കുറച്ച് ആൾക്കാർ, അത്രേ ഉള്ളൂ ആൾക്കാർ ഇവിടത്തെ. ഇവിടെ ഉള്ള മൊത്തം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു, ആ ബീച്ചിന്റെ അവിടെ ഉണ്ടായിരുന്നു. എനിക്കിവിടെ നിൽക്കണം. ആ വന്നിരിക്കുന്നു. വരുമ്പോ ഇങ്ങനത്തെ ശബ്ദം ഉണ്ടാക്കും. ഉണ്ടാക്കും, ഞങ്ങളിവിടെ ഉണ്ടാക്കും കേട്ടോ. ഇവിടെ മോൺട്രിയലിലൊന്നും ചിലപ്പോൾ ഉണ്ടാക്കുന്നില്ല. മോൺട്രിയലിൽ ഫ്രഞ്ച് ആരാനെ കിടന്നിട്ട് അലക്കും പോന്ന് പറഞ്ഞു. അതുകൊണ്ട് നല്ല ആൾക്കാരെ ഉണ്ടായിട്ട് അവളെ ഇവിടുന്ന് അവിടെ ഇങ്ങോട്ട് വിട്ടാൽ. എന്നോടുള്ള സ്നേഹം. എനിക്ക് വേറെ ഉദ്ദേശം അതിന് പിന്നിലുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. അതെ, ഒരു വർഷം ഇല്ലടി. ഇതിന്റെ ഫ്രണ്ട് വന്ന് ഇങ്ങനെ നിൽക്കുമ്പോ ഭയങ്കര വിശപ്പ്. സത്യം. ഈ സമയത്ത് പാർക്കിംഗ് ഫ്രീയാ. 9 മണി ആയാലും ഇവിടെ എന്താ പറയുന്നത്, സൺസെറ്റ് ഒക്കെ ആവുന്നേ ഉള്ളൂ. 9:30 ആവും സൺസെറ്റ് ഫുള്ളായിട്ടൊന്നും ആവും. ഇവിടെ സമ്മർ ആവുമ്പോ ഇങ്ങനെ. പക്ഷെ വിന്ററിന് നേരെ തിരിച്ചാട്ടോ, നേരത്തെ സൺസെറ്റ് ഒക്കെ ആവും. നമ്മള് ചിലപ്പം വർക്കിന് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒക്കെ ഞാനും ഇതേപോലെ കോളേജിൽ പോയിട്ട് വർക്കിന് പോകുമ്പോൾ പാർട്ട് ടൈമിന് പോയിട്ട് വരുമ്പോൾ ഫുള്ളിരുട്ടായിരുന്നു. സമ്മറിന്റെ സമയത്ത് നേരെ തിരിച്ചായിരുന്നു. ഞാൻ അപ്പം എനിക്ക് നൈറ്റ് ഉണ്ടായിരുന്നേ. നൈറ്റ് ഉള്ളപ്പോൾ ഞാൻ പോകുന്ന സമയത്തും വെട്ടമുണ്ട്, ഞാൻ വെളുപ്പിനെ ഇറങ്ങിയപ്പോഴും വെട്ടമുണ്ട്. എനിക്ക് അറിയാം ക്യൂബക് സിറ്റിയിൽ കുറച്ചും കൂടെ ആൾക്കാരുണ്ട്. പക്ഷെ മോൺട്രിയലിൽ ഞാൻ ഇവിടെ ചെന്നിട്ട് ലോങ്കയിൽ അവിടെ ഒന്നും ഒരു മനുഷ്യനില്ല. രാവിലെ എനിക്ക് പിന്നെ സ്ട്രേഞ്ചർ തിങ്സിലും കൂട്ടാണ്. ആകാശം എനിക്ക് ഇങ്ങനെ തോന്നും. പിസ്സ കിട്ടി ഗൈസ്. ഇത് മൊത്തം ചീസും ബട്ടറും ഒക്കെ കൂടാ. കിടിലം പിസ്സയാ. ഇനി വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും നമുക്ക് അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.